ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പാലാരട്ടം പാലത്തിനടുത്തുള്ള വെണ്ണലയിൽ സ്റ്റുഡൻറ്റ് ഷെൽട്ടർ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻറ്ററിൻ്റെ മുന്നിലാണ്. ഇന്ന് അവിടെ 21ാമത്തെ കൊല്ലമുണ്ട് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ട്. അതിൻ്റെ റിനോവേഷൻ സെറമണി നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്നതാണ്. എൻ്റെ മെയിൻ ഗസ്റ്റ് സാനിയ അയ്യപ്പനാണ്, യുവാക്കളുടെ ഹരമായ സാനിയ അയ്യപ്പനാണ്. ഇവരുടെ പിള്ളേർ അതിന് മുന്നോടിയായിട്ട് ഇവരുടെ പാട്ടും ആട്ടമൊക്കെ ആയിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ മാത്രമല്ല കേട്ടത്, അവരുടെ മിസ് ലിനി കൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടി വേണ്ട അടിച്ച് പൊളിക്കണതാണ്. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടത്. എല്ലാവരും കൂടി വേണ്ട, എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവിടെ തകർക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ സാനിയ അയ്യപ്പം വന്ന് സാനിയത്തിന് പൂച്ചെണ്ടുകൾ കൊടുത്തുകൊണ്ട് ലിനി സ്വാഗതം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വരവേക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ വിളക്ക് കത്തിച്ച് ഐശ്വര്യമായിട്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് നമ്മുടെ സാനിയ അയ്യപ്പൻ. ബാക്കിയുള്ളവരും വെയിറ്റിംഗ് ആണ്. മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇതെൻ്റെ ഫ്രണ്ട് ലിനിയുടെ ട്യൂഷൻ സെൻ്ററാണ്. അതുപോലെ ഇത് 21ാമത്തെ കൊല്ലമാണ് അവരുടെ. ഈ 21ാമത്തെ കൊല്ലത്തിലാണ് റിനോവേഷൻ സെറമണി നടത്തുന്നത്. അപ്പോൾ 20 കൊല്ലം അടിപൊളിയായിട്ട് പോയേക്കണമെന്നറിയാം. ഇതിലും ഭംഗിയായിട്ട് ബാക്കി ഇനി വരുന്ന കൊല്ലങ്ങളും പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇതെല്ലാം ടീച്ചേഴ്സ് എല്ലാം കൂടി വിളക്കെത്തിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബീഫോ ഡാൻസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അറ്റൻഡൻസ് ഒന്നും ഇല്ലാതെ എൻ്റെ സ്കൂളിൽ ഇങ്ങനെ പുറത്തേക്ക് പോയൊരു ടൈമായിരുന്നു. ബിക്കോസ് എക്സാം എഴുതാൻ സമയത്തില്ലായിരുന്നു. അങ്ങനെ ഓപ്പൺ സ്കൂളിലേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് പറഞ്ഞാണ് ഇവിടെ ഷെൽട്ടർ എന്ന് പറഞ്ഞ ട്യൂഷൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അത് മിസ് പ്രഗ്നൻ്റ് ആണ്. അതെ, അത് ആ സമയത്ത് എന്നെ ഒറ്റയ്ക്ക് മിസ് വീട്ടിലിരുത്തിയൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. സത്യം പറയാൻ വേറെ കുറേ സ്ഥലത്ത്, ടു ബി ഓണസ്റ്റ്, കുറേ സ്ഥലത്ത് പോയി. അപ്പം എല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് ഓപ്പൺ സ്കൂളിൽ അങ്ങനെ മൊത്തമായിട്ട് ഒരു കുട്ടീനെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ്. പക്ഷെ മിസ് എന്തോ ധൈര്യത്തിൽ എന്നെ പഠിപ്പിക്കാനെടുത്തു, പഠിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. അന്ന് ആക്ച്വലി വരുമ്പോഴത്തേക്കും എൻ്റെ മിസ്സിൻ്റെ അമ്മയാണ് മലയാളം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്ട്സ് എടുത്താണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഇന്നും മിസ്സിനോട് ആ ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ മിസ് ഈ ഒരു ഫംഗ്ഷനിൽ എന്നെ വിളിച്ചത്, എനിക്ക് ഇവിടെ ഇങ്ങനെ ഷെൽട്ടറിൽ ഒരു സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഒരു ഇവിടെ വന്നിങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് എഡ്യൂക്കേഷൻ ഞാൻ കുറച്ച് ബാക്ക്വേർഡാണ്. അപ്പോൾ അതിന് മിസ് എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ പറ്റുന്ന സന്തോഷം. അടുത്തതായിട്ട് കേക്ക് മുറിച്ച് സന്തോഷം മുഹൂർത്തത്തിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിടാൻ പോകുന്നത് സാധിക്കും. നമ്മുടെ സാനിയുടെ ഇഷ്ടമാണ് കൂടുന്നത്. അതിന് ശേഷം നമ്മൾ സാനിയുടെ ഡാൻസ് ഉണ്ട്. അതിനുവേണ്ടി പിള്ളേരെല്ലാം വെയിറ്റിംഗ് ആണ്. സാനിയ അവരെല്ലാവരും കയ്യിലെടുത്തുന്നതാണ് ആ ഡാൻസ് കളിച്ച്. കയ്യിലെടുക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര എനർജറ്റിക്കാണ്. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, എന്നാലും നമ്മുടെ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുകയാണ്. ഭയങ്കര എനർജറ്റിക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ലാതെ ഈ സാനിയുടെ ഡാൻസ് കാണുന്നത്. എന്നാലും ഒരിക്കലും കൂടി കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് കണ്ടിട്ടോ. കുറച്ച് ബീജം ഞാൻ കട്ട് ചെയ്യും, കാര്യം പറയാം. അപ്പോൾ കുറച്ച് ബീജം ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ടാണ് പാട്ട് കിടക്കുമ്പോഴേ. 10 സെക്കൻഡ് താഴെ കുഴപ്പമില്ലെന്നുള്ളതാണ്. ആ രീതിയിലിട്ടേക്കാണ്. ഓക്കെ, ഇനി അതെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്യും സോങ്, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ലല്ലോ. ഇതണ്ട പിള്ളേരെല്ലാവരും കയ്യിലെടുത്ത് കളഞ്ഞാൾ. അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ. അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും സ്റ്റുഡൻറ്റ് ഷെൽട്ടറിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു വീഡിയോ കിടന്നാണ്. ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.